ഹൈ ഗൈസ്, ഇന്നിപ്പോൾ അത് കുറേ നേരം വെയിറ്റ് നമുക്ക് കറിക്ക് എന്താക്കണമെന്ന് അറിഞ്ഞില്ല. അപ്പോഴത്തേക്ക് വീട്ടിൽ ദാലാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ദാലും ഫിഷ് ഫ്രൈയും ചോറും ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്ക് പിന്നെ ദാൽക്കാക്കിന് കറിൻ്റെ വെള്ളം ആടുന്നുണ്ട്. എന്നിട്ട് ഫിഷ് പോയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ടൈം 12:30 ആ ടൈം ആയിട്ടുണ്ടാകും. വേഗം എന്തെങ്കിലും ആക്കണം. അപ്പോഴത്തേക്ക് ദാലാക്കുമ്പോൾ എൻ്റെ സിമ്പിൾ റെസിപ്പി എന്തെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേളിയും ടൊമാറ്റോ ആൻഡ് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയെല്ലാം മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഗ്യാസിൽ വെക്കും. ഒരു 3 വിസിൽസ് ഇത്ര ആക്കിയിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞ് ഞാൻ കുറച്ച് അങ്ങ് കറി പോകണ്ട, എനിക്ക് ടൊമാറ്റോ കറി വേണമെന്ന്. അപ്പോഴത്തേക്ക് പറഞ്ഞ് ഞാൻ ടൊമാറ്റോ കറി ഞാനൊക്കെ മുറിച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ടൊമാറ്റോ കറിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു അമ്മ ടൊമാറ്റോ കറി പ്രിപ്പയർ ആയിക്കൊണ്ട് അതിലേക്ക് എണ്ണ ആൻഡ് കടുകു, വെളുത്തുള്ളി, കറിച്ചപ്പള ഇത്തിരിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് മടക്കുഞ്ഞ് വന്ന് അമ്മ ഉപ്പതായിക്കൊണ്ട് എന്നിട്ട് അമ്മ ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കി അതിന് പച്ചമുളക് ഇട്ട് നല്ല ഫ്രൈ ആക്കി അമ്മൻ്റെ ഒരു ടൊമാറ്റോ കറി ബാറന്നെ അതിലേക്ക് ടൊമാറ്റോ ഇട്ട് അത് നല്ല അമ്മ ടൊമാറ്റോ നല്ല സ്മാഷ് ആകുമ്പോൾ അമ്മ അതിനെ ഫ്രൈ ആക്കും. നല്ല സ്മാഷ് ആവാൻ കുറച്ച് വെള്ളം കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിനെ വേവാൻ വെച്ച് നല്ല സ്മാഷ് ആകുന്ന കൊടുത്താൽ അത് പറഞ്ഞു അത് വേവുമ്പോൾ തന്നെ സ്മാഷ് ആണ്. അങ്ങനെ വേവാൻ വെച്ചാൽ ഇതായിട്ട് നമ്മൾക്ക് കാലത്ത് ഇന്ന് നെയ്യപ്പാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആച്ചിരി കുറച്ച് വെള്ളമായി. അപ്പോഴത്തേക്ക് അമ്മ അതിനെ നേരക്കാൻ വന്നിട്ട് നെയ്യപ്പം ചുട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഈ ടൊമാറ്റോ സോർ ബന്ത് അതിലേക്ക് മസാല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അമ്മട്ട് ഇത് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് അതിലേക്ക് വെള്ളം വീത്തിയിട്ട് നല്ല വെന്തിട്ട് നമ്മൾക്ക് ടൊമാറ്റോ സോർ റെഡി. എന്നിട്ട് ഞാൻ എന്താക്കി ഫിഷ് മുറിക്കാൻ പറഞ്ഞു, ഫിഷ് ക്ലീൻ ആക്കാൻ പറഞ്ഞു. ഫിഷ് ക്ലീൻ ആക്കിയിട്ട് നമ്മൾക്ക് ടൈം 1:30 ആ ടൈം എന്തോ ആയിക്കോണ്ടേ. അപ്പോഴത്തേക്ക് എന്തെങ്കിലും വേഗം ആക്കണം, എല്ലാവർക്കും പൈക്കാൻ തുടങ്ങും ലേറ്റായിട്ട് നമ്മൾക്ക്. ഫിഷെല്ലാം ക്ലീൻ ആക്കിയിട്ട് ആയി. എന്നിട്ട് ഇനി മസാല ഇതാക്കാൻ ഞാൻ മസാല ആക്കുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, കറിച്ചപ്പില ആൻഡ് ഉപ്പ്, റെഡ് ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടിയിലിട്ട് മസാല ആക്കി. എന്നിട്ട് മീനിലേക്ക് പുളി വെള്ളവും എന്നിട്ട് അരച്ച് വെച്ച മസാല ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് വെച്ച് എന്നിട്ട് എന്താക്കി ഈ ദാൽ കറിക്ക് ഒഗ്ഗറിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഗ്ഗറിന് കൊടുത്ത് ആൻഡ് അതെല്ലാം ഇതൊക്കെ എല്ലാം ആയി. എന്നിട്ട് ഫിഷ് ഫ്രൈയിൽ കുറച്ച് എണ്ണ കറിച്ചപ്പിലയിൽ ഇട്ടിട്ട് ഫിഷ് ഫ്രൈ റെഡിയാക്കി. ഇത് റെഡി ആയിട്ടാകുമ്പോഴേക്ക് എൻ്റെ പണി കഴിഞ്ഞ് കേസ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴേക്ക് ടൈം കുറച്ച് ലേറ്റായി ടൈം വേണ്ട. അപ്പോഴത്തേക്ക് പിന്നെ ചോറ് വണ്ടി ഞാൻ ചോറും ദാലും ഫിഷ് ഫ്രൈയും വെച്ചിട്ട് ചോറ് വെച്ച് കഴിച്ചു. അപ്പം നല്ല ഉണ്ടെങ്കിൽ താങ്ക് യു, ബൈ.